കീം 2026 എഞ്ചിനീയറിംഗ് ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കോഴ്സുകളും കോളേജുകളും ഇപ്പോൾ ചൂസ് ചെയ്യാം. ഇതിൽ ഏറ്റവും നല്ല കോളേജ് ഏതാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ KIRF റാങ്കിങ് ചെക്ക് ചെയ്താൽ മതി. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും KIRFൻ്റെ ലിങ്കും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 3-ാം തീയതി മുതലാണ്. എൻഡിങ് ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് 6-ാം തീയതി വൈകുന്നേരം വരെയാണ്. അപ്പോൾ ഈ ഒരു ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം. 18 പേജുകളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലുള്ളത്. അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. 2026 എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ 6/7/2026 വൈകുന്നേരം 4 മണി വരെ ce.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതല്ല. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2-ാം തീയതി മുതൽ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള വെബ്സൈറ്റ് ഓക്കെ ആയി. 6-ാം തീയതി വൈകുന്നേരം 4 മണി വരെ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. 5-ാം തീയതി ട്രയൽ അലോട്ട്മെൻ്റ് ഉണ്ട്. 7-ാം തീയതി താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. 8-ാം തീയതി ആദ്യഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരണം. 9-ാം തീയതി മുതൽ 12-ാം തീയതി വരെ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ഫീ പേ ചെയ്യേണ്ട ഒരു ടൈമാണ്. 12-ാം തീയതി 4 മണി വരെയാണ്. കീം പ്രോസ്പെക്ടസിലെ അനക്ഷർ 2-1A എന്ന് പറയുന്ന കോളേജസിലായിരിക്കും ആദ്യം അലോട്ട്മെൻറ്റ് കൊടുക്കുക എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് കുറച്ച് കോളേജസിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിസർവേഷൻ എങ്ങനെയാണെന്നൊക്കെയാണ്. സ്റ്റേറ്റ് മെറിറ്റ്, EWS, പിന്നുള്ളത് കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റ് അലോട്ട്മെൻ്റ് ഒക്കെ എങ്ങനെയാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഫീസിൻ്റെ കാര്യം നോക്കാം. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായി ഈ ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ 2000 രൂപ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ആയി കൊടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച് പ്രവേശനം നേടുന്ന കോഴ്സിൻ്റെ ട്യൂഷൻ ഫീസിൽ ഈ തുക വകയിരുത്തുന്നതാണ്. കുറച്ച് റിസർവേഷൻ കാറ്റഗറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവർ പേ ചെയ്യേണ്ടത് 500 രൂപയാണ്. ചില നോട്ട്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫീസ് ഘടനയാണ്. ഓരോ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും ഗവൺമെൻറ് എയ്ഡഡ് ഓട്ടോണോമസ് കോളേജുകളിൽ 8650 രൂപയാണ് പെർ ആനുമാണ് കൊടുത്തിട്ടുള്ളത്. കോഴ്സ് ഷെയറിംഗ് കോളേജുകളിൽ മെറിറ്റിന് ലോവർ ഫീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫീസ് ഓരോ കോഴ്സിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. കോളേജുകളുടെ കാര്യവും ഫീസിൻ്റെ കാര്യവും ഇവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫീസിൻ്റെ കാര്യങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ചെക്ക് ചെയ്യാം. നിങ്ങൾ ഏതിനാണോ അപ്ലൈ ചെയ്യുന്നത് അത് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഓപ്ഷൻ നിങ്ങൾ ഒന്നുകിൽ സ്വന്തമായി രജിസ്റ്റർ ചെയ്യുക. അതിന് സൗകര്യമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ഹെൽപ്പ് എടുക്കാം. അടുത്തതായിട്ട് ഇവർ പറയുന്നത് നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫീസ് അടയ്ക്കേണ്ടത് എന്നുള്ളതാണ്. ടോക്കൺ ഡെപ്പോസിറ്റ് എന്നുള്ളൊരു ടേമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് കോളേജിലാണോ അഡ്മിഷൻ കിട്ടുന്നത് അതനുസരിച്ച് ഈ ഒരു ടോക്കൺ ഡെപ്പോസിറ്റ് അടച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കേണ്ടതാണ്. ഇനി ബാക്കിയുള്ള പേജുകളിൽ നമ്മുടെ കോളേജിൻ്റെ പേരും ആ ഒരു കോഡുമാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് ചോദിക്കാം. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വരെ BPharmൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. BPharmൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിടാം. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. പെട്ടെന്ന് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങളുടെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കോളേജും കോഡും ഒക്കെ ശ്രദ്ധിച്ച് കൊടുക്കാം. അപ്പോൾ ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ നിപം പ്രവീൺ സൈനിങ് ഓഫ് ആൻഡ് ബൈ ബൈ.